വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മത്തി വാഴലയിൽ പൊള്ളിച്ചതാണ്. ആറ് മത്തി അടുപ്പിച്ച് വരഞ്ഞെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഓരോ മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് മൊരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിടാം. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഇടാം. കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 6 അല്ലി ഉള്ളി ചതച്ചത് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 വെളുത്തുള്ളി ചതച്ചതും, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് വേപ്പില, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം കുടംപുളി, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി നേരത്തെ മീൻ ഫ്രൈ ചെയ്തതിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വഴന്ന് വരാനുണ്ട്. നന്നായി വഴന്നിട്ടില്ല. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയൊക്കെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾ. ഇതെല്ലാം ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ്. ഇപ്പം മുളക് പൊടിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം ഹൈ ഫ്ലെയിമിലിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഗ്യാസ് ഇനി ഓഫ് ചെയ്യാം. വാഴല നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് മടക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ നേരത്തെ വാട്ടി വെച്ച വാഴല വയ്ക്കാം. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക്, വാഴലയുടെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മീനിൻ്റെ മസാലയോട് കൂടി ചേർക്കാം. ഇങ്ങനെ വാഴലിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കതൊന്ന് മടക്കി ഒരു വാഴനാര് വെച്ച് കെട്ടിയെടുക്കാം. അങ്ങനെ ഇപ്പം നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഓരോ സൈഡും മൊരിച്ചെടുക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഒരു സൈഡ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അത് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാം. 5 മിനിറ്റും കൂടി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ 2 സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മത്തി വാഴലയിൽ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ മത്തിയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല ഒരു മീനിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.
Thanks for watching my channel.